സമയം 5:30 5:45 കേട്ടോ. സെക്യൂരിറ്റി വന്നിട്ട് ഡോറൊരേ കൊട്ടായിരുന്നു. വണ്ടി ഉള്ളിലേക്ക് എടുത്തിട്ട് പോവാം. വണ്ടിയുടെ ഡോക്യുമെൻറ്റ്സൊക്കെ ഇവിടെ കാണിക്കുന്നത് വാർത്തകൾ. ഞാൻ ഉള്ളിലേക്ക് പോട്ടെ. ഓക്കെ, ഇങ്ങനെ ചുറ്റിയിട്ട് വേണം കേട്ടോ പോവാൻ. ഒരു ബൈക്ക് ലെഫ്റ്റിലേക്ക് കൂടി കയറി വരുന്നുണ്ട്. ലെഫ്റ്റ് പോകുന്നുണ്ടായി. ഇത് വിട്ടൂല. പാൻറ് ഇട്ട് കഴിഞ്ഞാൽ ഇതിൻ്റെ ഉള്ളിലേക്ക് കിട്ടും. പാൻറ്റൊക്കെ ഇടട്ടെ. പാൻറ്റൊക്കെ ഇട്ട് പൗഡറൊക്കെ ഇട്ട് പൊട്ടൊക്കെ തൊട്ട് സുന്ദരനാണ്. ഞാനങ്ങനെ ഇതിൻ്റെ ഉള്ളിലേക്ക് കയറുക കേട്ടോ. വീഡിയോ എടുക്കാൻ പറ്റില്ല, ഇവിടെ റെസ്ട്രിക്ഷൻ ഉണ്ട്. നോക്കട്ടെ, അറിയില്ല ഇവിടുത്തെ സിറ്റുവേഷൻ അറിയില്ല. നോർമലി JSWയിലൊക്കെ റെസ്ട്രിക്ഷനാണ്, 5000 രൂപയൊക്കെ ഫൈനാണ്. അതിൻ്റെ ഉള്ളിൽ കയറി കഴിഞ്ഞാൽ അവർ പറയണ പോലെയാണ്. ഓക്കെ, സോ ഞാൻ ഉള്ളിൽ കയറി നോക്കട്ടെ, സിറ്റുവേഷൻ നോക്കട്ടെ. ഞാൻ പുറത്തേക്ക് വന്നു കേട്ടോ. ഭക്ഷണം വേണമെന്നുണ്ടെങ്കിൽ കഴിച്ചിട്ട് വന്നോന്ന് പറഞ്ഞു. ലേറ്റ് ആവും എന്തായാലും, കാരണം ഓരോ വണ്ടിയായിട്ടാണ് ഉള്ളിൽ കയറ്റിയിട്ട് അൺലോഡ് ചെയ്യുന്നത്. വണ്ടി ഉള്ളിൽ കയറ്റി അൺലോഡിങ് പോയിന്റിലെത്തിയതിന് ശേഷം മാത്രമാണ് അവർ ടർപ്പ് അയക്കാനും ചെയിൻ അയക്കാനൊക്കെ പറയണത്. ഇങ്ങനെയാണ് ഉള്ളിലുള്ള ഡ്രൈവേഴ്സ് പറഞ്ഞത്. അപ്പോൾ എന്തായാലും സമയം എടുക്കും. ഒരു വണ്ടി അൺലോഡ് ചെയ്യാൻ തന്നെ 1 മണിക്കൂറിന് മുകളിൽ സമയം എടുക്കുമായിരിക്കും. 5 വണ്ടി ഓൾറെഡി ഉള്ളിൽ പോയി, 2-3 വണ്ടി ഓൾറെഡി അകത്തുണ്ടായിരുന്നു തോന്നണം, അങ്ങനെ പറഞ്ഞത്. അപ്പോൾ സമയം എടുക്കുമായിരിക്കും, ഉച്ചയ്ക്ക് ആവുമെന്ന് എനിക്ക് തോന്നണം. അപ്പോൾ ഭക്ഷണം കഴിച്ചിട്ട് വന്നു. ഉള്ളിൽ കയറി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ പുറത്തേക്ക് ഇറങ്ങാൻ പറ്റൂല എന്ന് പറഞ്ഞു. അടുത്ത എവിടെയോ ഒരു ഹോട്ടലുണ്ട് എന്നാണ് പറഞ്ഞത്. ഹോട്ടലോ എന്തോ ചെറിയ തട്ടുകട സെറ്റപ്പോ അങ്ങനെ എന്തെങ്കിലും ആയിരിക്കും. പോയി കഴിച്ചു നോക്കാം, ഇല്ലെങ്കിൽ പിന്നെ വിശന്നിരിക്കേണ്ടി വരും. ഇതൊരു ഇൻഡസ്ട്രിയൽ ഏരിയ തന്നെയാന്ന് തോന്നണം കേട്ടോ. വാരണവാസി എന്നങ്ങാനാണ് സ്ഥലത്തിൻ്റെ പേര്. കുറച്ച് ഔട്ടറാണ്. നമ്മൾ വന്ന വഴികളൊക്കെ കണ്ടില്ലേ, കുറേ ചെറിയ റോഡുകളും അങ്ങനത്തെ റോഡിലെ കൂടെയൊക്കെയാണ് ഇറങ്ങി വന്നിട്ടോ. നല്ലൊരു എക്സ്പീരിയൻസ് ആണ്. എന്തായാലും ഭക്ഷണം കഴിക്കട്ടെ. ഭക്ഷണം എല്ലാവരും എന്നെ തന്നെ നോക്കുന്നുണ്ട്, വീഡിയോ എടുത്തിട്ട് പോകുന്നത്. നോക്കട്ടെ ഇവിടുന്നാട്ടോ ഭക്ഷണം കഴിക്കുന്നത്. ഇരുന്ന് കഴിക്കാനുള്ള സെറ്റപ്പ് ഒന്നുമില്ല, നിന്ന് കഴിക്കണം. പ്ലെയിൻ ദോശക്കാ പറഞ്ഞത് 2 പുള്ളിക്കാരൻ നല്ല വൃത്തിയിൽ അടിപൊളിയായിട്ട് അടിച്ചു. പിന്നെ ഞാൻ എങ്ങനെ കഴിക്കും? കലക്കി 1 ദോശ അല്ലേ ഇരിക്കേ? കലക്കി 1 തന്നെ. ആ ഇതാട്ടോ കലക്കി. അങ്ങനെ അടിക്കും. ഇതിൽ പൊട്ടും. ഇവിടെ ഞാനിപ്പോൾ ഉള്ളിൽ കയറിയതേ ഉള്ളൂ കേട്ടോ. ഇപ്പോൾ സമയം 11:10. വേറെ വണ്ടി നിർത്തിയിട്ടുണ്ട്. തണലൊന്നും ഇല്ല കേട്ടോ. ഈ പൊരി വെയിലത്താണ് വണ്ടിക്കുള്ളിൽ കിടക്കണത്. കുറച്ച് സമയം കിടന്ന് ഉറങ്ങി. ഇതിൻ്റെ ഉള്ളിലെ വീഡിയോ അലോഡാന്നൊന്നും അറിയില്ല. ഒരു വെയിലത്ത് കിടന്നുറങ്ങേണ്ട അവസ്ഥയാണ്. സമയം ഇപ്പോൾ 2 മണിയായി. ഇതുവരെയായിട്ട് ഇനി ഒരു വണ്ടി കൂടി ഉണ്ട്. ഈ വണ്ടി കണ്ടോ, ഈ വണ്ടി അൺലോഡിങ് പോയിന്റിലേക്ക് പോവാണ് കേട്ടോ. ഈ വണ്ടി കഴിഞ്ഞാൽ ഞാനാണ്. പക്ഷെ ഒരു വണ്ടീൻ്റെ അൺലോഡിങ് കഴിയാൻ വേണ്ടിയിട്ട് 2 മണിക്കൂറിന് അടുപ്പിച്ച് സമയം എടുക്കുന്നുണ്ട് കേട്ടോ. നല്ല സമയം എടുക്കുന്നുണ്ട്. കാരണം ഈ സീറ്റും ചെയിനൊക്കെ അഴിക്കൽ അതിൻ്റെ ഉള്ളിൽ കയറ്റിയിട്ടേ സമ്മതിക്കുന്നുള്ളൂ.
ചില സ്ഥലത്ത് നമ്മൾ ഉള്ളിൽ കയറുന്നതിന് മുന്നേ അഴിക്കാം, അങ്ങനെയാണെങ്കിൽ അൺലോഡിങ് പെട്ടെന്ന് നടക്കും. ഇതങ്ങനെയല്ല, ഇത് ഉള്ളിൽ കയറിയതിന് ശേഷം മാത്രമേ ചെയിനൊക്കെ അഴിക്കാൻ സമ്മതിക്കുന്നുള്ളൂ. നമുക്ക് മുന്നോട്ട് വണ്ടി എടുത്തിടാം. അവിടെ ഒരു സെക്യൂരിറ്റി നിൽക്കുന്നുണ്ട്, ഇവിടെ ആ സെക്യൂരിറ്റീൻ്റെ അവിടെയാണ്, അങ്ങോട്ടേക്കാണ്, അതിൻ്റെ ഉള്ളിലേക്കാണ് വണ്ടി കയറ്റേണ്ടത്. പിറകെ റിവേഴ്സ് അടിച്ചിട്ട് കയറ്റണം. കറക്റ്റ് സ്ഥലമുള്ളൂ കേട്ടോ, ഞാൻ പോയി നോക്കിയായിരുന്നു. അവിടെ 2 മഞ്ഞ കുറ്റിയാണ്, ഇവിടെ ഒരു കുറ്റിയുണ്ടോ, അതിൻ്റെ തൊട്ട് അപ്പുറം അതേപോലത്തെ വേറൊരു കുറ്റിയുണ്ട്. അതിൻ്റെ 2 ഗ്യാപ്പിലേക്ക് കൂടി വേണം ഉള്ളിലേക്ക് കയറി പോകാൻ വേണ്ടിയിട്ട്. പണിയാണല്ലോ ഈ ലോഡും കൊണ്ട്, ഭയങ്കര റിസ്ക് കേട്ടോ. അതിപ്പം ഇത് ചെരിയണുണ്ടോ, നല്ലോണം ചെരിയും. എല്ലാം അടിച്ച് കഴിഞ്ഞാൽ പിന്നെ ഒരു സൈഡിലേക്ക് ബാക്ക് ബോഡി ഇങ്ങനെ ചെരിഞ്ഞു പോകും. പുള്ളി പെർഫെക്റ്റ് ആയിട്ട് കയറ്റിയല്ലോ. പുള്ളി നല്ല പ്രായമുള്ള ആളാട്ടോ, നല്ല ഒരുപാട് വർഷത്തെ എക്സ്പീരിയൻസ് ഉള്ള ആളാണ്. ഇവിടെ കറക്റ്റ് സ്ഥലമുള്ളൂ. റിവേഴ്സ് ഉള്ളിലേക്ക് കയറിയതിന് ശേഷം മുന്നോട്ട് പോകാൻ വരെ അത്രയും സ്ഥലമുള്ളൂ കേട്ടോ. ഒന്ന് വണ്ടി ഒന്ന് ലെവലാക്കി കൊണ്ടുവരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് പണിയാണ്. അപ്പോൾ ആദ്യം റിവേഴ്സ് വെക്കുമ്പോൾ തന്നെ കറക്റ്റായിട്ട് ഉള്ളിലേക്ക് കയറണം. ചെറുതായിട്ട് ടെൻഷനൊക്കെ ആകാൻ തുടങ്ങിയിട്ടുണ്ട്. പുള്ളി കയറി കേട്ടോ, ഗ്യാപ്പ് വരുള്ളൂ കേട്ടോ, ചെറിയ ഗ്യാപ്പ് വരും. കുറച്ച് അങ്ങോട്ടേക്ക് അടുപ്പിക്കാൻ പറഞ്ഞു പുള്ളിക്കാരനോട്. വണ്ടി വലിയണില്ല കണ്ടോ. പുള്ളിക്ക് 74 ടൺ കേട്ടോ വെയിറ്റ്. ഒരു കോയിൽ അധികമാണ്. ഈ സൈഡിൽ സ്ഥലമുണ്ട് കേട്ടോ. പക്ഷേ നമ്മളെപ്പോഴും നമ്മളെ ഭാഗം അടുപ്പിച്ചിട്ടാണ് വണ്ടി എടുക്കുക. കയറി ഇപ്പോൾ സെക്യൂരിറ്റി വന്നിട്ട് പറയാണ് ഓവർലോഡ് ഇറക്കാൻ പറ്റില്ല, പിന്നെ തിരിച്ചു കൊണ്ടിരുന്നു. ഇത്രയും സമയം ഇറക്കിക്കൊണ്ടിരുന്നതൊക്കെ ഓവർലോഡാണ്. ഇവിടെ ഇനി ഇറക്കാനുള്ള വണ്ടികൾ മുഴുവൻ ഓവർലോഡാണ്. പിന്നെ എന്തിനാണ് ഇവർ ഓവർലോഡ് കയറ്റണമെന്ന് ഞാൻ ആലോചിക്കണം. ഇവരോടൊക്കെ ചോദിച്ചിട്ട് തന്നെ ആയിരിക്കില്ല ഇങ്ങോട്ടേക്ക് ഓവർലോഡും കയറ്റിയിട്ട് വന്നിട്ടുണ്ടാക്കുക. ഇതിലൊക്കെ പെട്ട് നിൽക്കണത് ആരാന്നറിയോ? ഡ്രൈവേഴ്സാണ്. നിങ്ങളൊന്ന് ആലോചിക്കണം, അവിടെ നിന്ന് ഇവിടത്തേക്ക് 30 കിലോമീറ്ററാണ് ഉള്ളത്. അവിടെ 3 കോയിൽ കയറ്റി കഴിഞ്ഞ് കഴിഞ്ഞാലുള്ള കഷ്ടപ്പാട്, കോയിൽ കയറ്റാൻ വേണ്ടിയിട്ട് തന്നെ അത്രയും സമയം വെയിറ്റ് ചെയ്ത് നിൽക്കണം. അത് കഴിഞ്ഞിട്ട് ആദ്യം റബ്ബർ കട്ടൊക്കെ എടുത്ത് വെക്കണം. അതൊക്കെ വണ്ടീൻ്റെ താഴെ നിന്ന് എടുത്ത് മുകളിലേക്ക് വെക്കണം. എന്നിട്ട് ചെയിനൊക്കെ പെട്ടിക്കകത്ത് നിന്ന് എടുത്തിട്ട് എല്ലാം ചെയിനൊക്കെ ഫുള്ള് കുരുങ്ങിയിട്ടാണ് കിടക്കുക. അതൊക്കെ ഒന്ന് ലെവലാക്കി റെഡിയാക്കി എടുത്ത് മുകളിൽ കയറ്റി വെച്ചിട്ട് അത് കഴിഞ്ഞ് കോയിൽ കയറ്റുമ്പം പോയിട്ട് പറഞ്ഞു കൊടുത്ത് കോയിൽ ഇന്ന സൈഡിൽ ഇങ്ങനെ റെഡിയാക്കി വെക്കണം എന്ന് പറഞ്ഞു കൊടുത്ത് കോയിൽ ഇറക്കി വെച്ച് ചെയിൻ അടിച്ച് അതിൻ്റെ ഇടയിൽ വണ്ടി അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റി കൊടുത്ത് ഒരു സ്ഥലത്ത് നിന്ന് പിന്നെ ഒരു കോയിൽ കയറ്റി രണ്ടാമത്തെ കോയിൽ കയറ്റാൻ വേണ്ടിയിട്ട് റിവേഴ്സ് ഒരുപാട് പോയി. എന്നിട്ട് കോയിൽ കയറ്റിയിട്ട് ചെയിൻ അടിക്കണം. ചെയിൻ അടിച്ച് ടൈറ്റർ വെച്ച് ടൈറ്റ് ചെയ്ത് എല്ലാ ചെയിനും മൂന്ന് കോയിലും ചെയിൻ അടിച്ചതിന് ശേഷം അത് കഴിഞ്ഞിട്ട് താർപ്പ അടിയിൽ നിന്ന് എടുത്ത് മുകളിൽ കൊണ്ടുവന്ന് വിരിച്ച് കെട്ടി അതിനുശേഷം ഇങ്ങനെ പറ്റില്ല എന്ന് പറഞ്ഞിട്ട് ആ താർപ്പ ഫുള്ളായിട്ട് കവർ ചെയ്യണം എന്ന് പറഞ്ഞിട്ട് കെട്ടിയത് മുഴുവൻ അഴിച്ച് വീണ്ടും താർപ്പ പുറത്തിറക്കി ഫുള്ള് കവർ ചെയ്ത് കെട്ടി രണ്ടാമത്തെ കോയിലും മൂന്നാമത്തെ കോയിലും എല്ലാം കവർ ചെയ്ത് കെട്ടി ഇവിടെ അൺലോഡിങ് പോയിന്റിലേക്ക് 30 കിലോമീറ്ററാണ്. ഇവിടെ വന്നിട്ട് രാത്രി എത്തിയതാണ്. 1 മണിക്ക് എത്തിയിട്ട് 1 മണി 1:30 അങ്ങാണ്ട് എത്തിയിട്ട് ഇവിടുന്ന് അൺലോഡിങ് പോയിന്റിൽ ഉള്ളിൽ കയറി പിന്നെയും വെയിറ്റ് ചെയ്ത് വേ ബ്രിഡ്ജിൽ കയറി എന്നിട്ട് ഇവിടെ വന്നിട്ട് ക്യൂ നിന്ന് അൺലോഡിങ് പോയിന്റിലേക്ക് എത്തുമ്പോഴാണ് അവർ പറയണത് ഇറക്കാൻ പറ്റില്ല. ഇനി ഉള്ളിൽ കയറിയിട്ട്
ഈ കെട്ടിയ സാധനങ്ങളൊക്കെ നമ്മൾ അഴിച്ച് ടർപ്പ അഴിച്ച് മടക്കി വെച്ച് ചെയിന് അഴിച്ച് ടൈറ്റർ ലൂസ് ചെയ്ത് ചെയിൻ അഴിച്ച് ചെയിന് മടക്കി റോൾ ചെയ്തിട്ട് ഈ ബോക്സിലേക്ക് കയറ്റണ ചടങ്ങൊക്കെ ഉണ്ട്. നടുവിൻ്റെ ഒക്കെ ഊപ്പാടുകളും കിട്ടും. ഒരുപാട് കിലോമീറ്റേഴ്സ് ഒക്കെ ഉണ്ടെങ്കിൽ കുഴപ്പമില്ല. എന്നിട്ട് ഇവിടെ ഒരു 20 കിലോമീറ്റർ ഡിസ്റ്റൻസിൽ വന്നിട്ട് ഇതിനൊന്നും ഒരു പൈസയും കിട്ടില്ല കേട്ടോ. ചായ പൈസ പോലും കിട്ടുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഈ വർക്ക് മാത്രമല്ല കേട്ടോ, ഇതിൻ്റെ ഒക്കെ ഗ്യാപ്പിൽ നമ്മൾ അവിടെ നിന്ന് ഇവിടം വരെ ഡ്രൈവ് ചെയ്തിട്ട് വണ്ടി ഇവിടെ കൊണ്ടുവരണം. ഇതിനെക്കാട്ടിയും വലിയ പാടാണ്. ഇത്രയും ഓവർലോഡ്, ചെറിയ റോഡ്, എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിച്ചിട്ടാണ് കേട്ടോ വണ്ടി എടുത്തിട്ട് വരേണ്ടത്. ഒരു ടയർ പൊട്ടിയ അല്ലെങ്കിൽ ഒന്ന് ബ്രേക്ക് അടിച്ചിട്ട് ഓവർ ബ്രേക്ക് അടിച്ച് പോയി കഴിഞ്ഞാൽ ഈ റോള് മുഴുവൻ ചെയിനും പൊട്ടിച്ചിട്ട് ക്യാബിനിലേക്കാണ് വരിക. നമ്മുടെ സേഫ്റ്റി നോക്കണം, പുറത്തുള്ള ആൾക്കാരുടെ സേഫ്റ്റി നോക്കണം, വണ്ടീൻ്റെ സേഫ്റ്റി നോക്കണം. എല്ലാം ശ്രദ്ധിച്ചിട്ടാണ് വണ്ടി ഓടിക്കേണ്ടത്. ഒരു സെക്കൻഡ് കണ്ണ് തെറ്റിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ വണ്ടി എവിടെയെങ്കിലും അവരെ ഇറക്കാൻ പറ്റില്ല എന്ന് തന്നെ പറഞ്ഞു കേട്ടോ. ഞാൻ എൻ്റെ ഫോളോവറിനൊക്കെ വിളിച്ച് പറഞ്ഞിട്ടുണ്ട്. അറിയില്ല ഇനി എന്ത് സംഭവിക്കാൻ പോകണമെന്ന്. ചെന്നൈയിൽ നിന്ന് 100 കിലോമീറ്റർ കാലി ഓടി വന്നിട്ടാണ് അവിടുന്ന് 30 കിലോമീറ്റർ ലോഡ് എടുത്ത് വന്നേക്കണം. ലോക്കൽ വണ്ടിയാണെങ്കിൽ കുഴപ്പമില്ല. ഇത് ലൈന് പോകുന്ന വണ്ടിയാണ്. ഐ മീൻ ഓൾ ഇന്ത്യ പെർമിറ്റ് ഓടിക്കൊണ്ടിരിക്കുന്ന വണ്ടിയാണ്. തമിഴ്നാട്ടിൽ മാത്രം ഓടണ വണ്ടിയല്ല, ലോങ് മാത്രം ഓടണ വണ്ടിയാണ്. എനിക്ക് മാത്രം എന്താണ് ഇവർ ലോക്കൽ വന്നുകൊണ്ടിരിക്കണമെന്ന് എനിക്കറിയില്ല. സമയം ഇപ്പം 4:15 കേട്ടോ. ഒരു അപ്ഡേറ്റ്സും ഇല്ല. എന്തായാലും ലേറ്റ് ആവുമായിരിക്കും ഇറക്കുന്നുണ്ടെങ്കിൽ തന്നെ. മേ ബി ഇറക്കാണ്ടിരിക്കാൻ സാധ്യതയുണ്ട്. ഇവർ ആ രീതിയിലാണ് ടൈറ്റ് പിടിക്കണത്. ഓൾറെഡി വന്ന് ഇറക്കിപ്പോയ എല്ലാവരും ഓവർലോഡാണ്. അതിലെനിക്ക് ഏറ്റവും വിഷമമുള്ള കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ 5ാമത്തെ ടേൺ ആയിരുന്നു എൻ്റെത്. ഞാൻ ആ സമയത്ത് ഉറങ്ങിപ്പോയിട്ട് എൻ്റെ പിറകിലുള്ള വണ്ടി മുന്നിൽ പോയിട്ട് ഇറക്കി. ഓക്കെ, അതായത് കുറച്ച് സമയം ഉറങ്ങിപ്പോയതുകൊണ്ടാണ്. നോർമലി അങ്ങനെ പറ്റാത്തതാണ്. കാരണം ഇവിടെ വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇവർ ടേൺ കണക്കായിട്ട് തന്നെയാണ് വണ്ടീനെ വിടുക. പക്ഷെ ഇവരെന്തുകൊണ്ടാണ് അങ്ങനെ വിട്ടതെന്നറിയില്ല. കുഴപ്പമില്ല, അത് കുഴപ്പമില്ല. അത് ആലോചിച്ചിട്ട് സങ്കടപ്പെട്ടിട്ട് കാര്യമില്ല. ഞാൻ എന്തെങ്കിലും കഴിക്കാൻ പറ്റുമെന്ന് പുറത്ത് പോയി നോക്കട്ടെ, എന്തെങ്കിലും കഴിക്കാൻ കിട്ടുമെന്ന്. എനിക്ക് നന്നായിട്ട് വിശക്കുന്നുണ്ട്. കയ്യൊക്കെ ഇങ്ങനെ കിട്ടിയിട്ട് വിറക്കാൻ തുടങ്ങിയിട്ട് വിശക്കുന്നുണ്ട്. സമയം ഇപ്പം രാത്രി 10 മണിയായിട്ടോ. ഇതുവരെയായിട്ടൊരു അപ്ഡേറ്റ്സും വന്നിട്ടില്ല. ഞാൻ ഫോളോവറെ വിളിച്ച സമയത്ത് പുള്ളിക്കാരൻ പറഞ്ഞത് ഇവിടെ കുറേ ഓഫീസേഴ്സൊക്കെ ഉണ്ട്, രാത്രിക്ക് ലോഡ് ഇറക്കും എന്നൊക്കെ പറയാൻ. അറിയില്ല, എൻ്റെ മൈൻഡ് ആകെ ഡിസ്റ്റർബ്ഡ് ആണ്. ഒന്നാമത് ഞാൻ കുറേ ദിവസം പോസ്റ്റ് അടിച്ചിട്ടാണ് ഇവിടെ വന്നേക്കുന്നത്. അവിടെ ചെന്നൈ പോർട്ടിൽ പോയിട്ടും വർക്ക്ഷോപ്പിൽ പോയിട്ടൊക്കെ ഓൾറെഡി ഞാനൊരു 10-15 ദിവസം വേസ്റ്റ് ആക്കിയിട്ടാണ് ഇവിടെ വന്നേക്കണം. അപ്പോൾ ഇവിടെ വന്നതും ലോക്കൽ ട്രിപ്പാണ് തന്നേക്കണം. ഇവിടെ നമ്മുടെ കമ്പനിയിൽ ലോക്കൽ ട്രിപ്പ് ഓടുന്നതിന് സെപ്പറേറ്റ് വണ്ടിയും ലൈൻ ഓടുന്നതിന് സെപ്പറേറ്റ് വണ്ടിയാണ്. പിന്നെ ലോക്കൽ ഓട്ടത്തിന് സാലറി ഫിക്സഡ് ആണ്. ആർക്കെങ്കിലും താല്പര്യം ഉണ്ടെങ്കിൽ അപ്ലൈ ചെയ്തോട്ടോ. 43,000 രൂപ എങ്ങാണ്ടാണ് ലോക്കൽ ഓട്ടത്തിൽ ഫിക്സഡ് സാലറി വരുന്നത്. അതിൻ്റെ കൂടെ അഡീഷണൽ പേയ്മെൻ്റ് ഒന്നുമില്ല. ആക്ച്വലി 33,000 രൂപ എങ്ങാണ്ട് സാലറിയും ഡെയിലി 300 രൂപ ഫുഡിന് വേണ്ടിയിട്ട് കൊടുക്കുന്നത് കേട്ടോ. അങ്ങനെ 42,000 എങ്ങാണ്ടാണ് സാലറി വരിക. ഞാൻ അത് നോക്കിയിട്ടാണ്, അതായിരുന്നു എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അവിടെ വന്നതിന് ശേഷമാണ് ലോക്കൽ സാലറിക്ക് ഓടുന്നുണ്ടെങ്കിൽ ലോക്കൽ വണ്ടിയാണ് ഓടുക. അത് പിന്നെ തമിഴ്നാടിൻ്റെ ഉള്ളിൽ മാക്സിമം പോയ കർണാടക ബല്ലാരി വരെയൊക്കെ പോളൂ എന്നും പറഞ്ഞിട്ടാണ് ഞാൻ. പിന്നെ എനിക്ക് അതല്ലല്ലോ മെയിൻ. എൻ്റെ ആവശ്യം എന്ന് പറയുന്നത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഈ ട്രെയിലർ ഓടിക്കുക, വണ്ടി ഓടിക്കുക, നല്ല രീതിയിൽ എക്സ്പീരിയൻസ് ചെയ്യുക. അതിൻ്റെ കൂടെ ഇന്ത്യയിൽ ഒട്ടുമിക്ക ഏകദേശം എല്ലാ സ്ഥലങ്ങളും കണ്ട് മനസ്സിലാക്കുക, ട്രാവൽ ചെയ്യുക, റോഡുകൾ മനസ്സിലാക്കുക, കൾച്ചർ കാണുക, ഡ്രൈവേഴ്സ് എന്തൊക്കെ പ്രശ്നങ്ങളാണ് അനുഭവിക്കുന്നതെന്ന് മനസ്സിലാക്കുക. അങ്ങനത്തെ ഒക്കെ ഒരുപാട് കാര്യങ്ങളായിട്ടാണ് ഞാൻ ഇതിൻ്റെ അകത്തേക്ക് വന്നേക്കണം. എന്നിട്ട് ഇവിടെ വന്നിട്ട് ഞാനിപ്പോൾ ലോക്കലാണ് ഓടിക്കൊണ്ടിരിക്കണേ. എനിക്ക് കണ്ടെയ്നർ വണ്ടി ഓടിക്കണമെന്ന് ഭയങ്കര താല്പര്യമുണ്ട് കേട്ടോ. കണ്ടെയ്നേഴ്സ് ഓടിക്കണമെന്ന്. ഇത് കണ്ടെയ്നേഴ്സ് അല്ല, ഇത് ഞാനിപ്പോൾ ഓടിക്കണതെല്ലാം നല്ല ടണ്ണേജ്. ഇപ്പം 40 പാസിംഗ് ആണെങ്കിൽ 40 തന്നെ എടുത്തിട്ട് പോകുന്ന ലോഡുകളാണ് എല്ലാം അധികം. ഈ കണ്ടെയ്നർ വണ്ടിയിൽ നിന്ന് അത്രയൊന്നും ലോഡ് എടുക്കത്തൊന്നുമില്ല കേട്ടോ. അപ്പോൾ ഇതിൻ്റെ ഒരു ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ അകത്ത് ഓടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഡ്രൈവിങ് പെർഫെക്റ്റാണ്, അത് ഉറപ്പാണ്. ഏത് ടെറയിൽ എങ്ങനെയുള്ള സിറ്റുവേഷനിൽ നമുക്ക് വണ്ടി ഓടിക്കാൻ പറ്റും കേട്ടോ. അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ആയിട്ടാണ്. ഈ കോയിൽ എന്നൊക്കെ പറയുന്നത്
വൻ ഡേഞ്ചർ സാധനമാണ്. നിങ്ങൾ തന്നെ യൂട്യൂബിലൊക്കെ നോക്കിക്കഴിഞ്ഞാൽ കുറേ കാണും ആക്സിഡൻ്റൊക്കെ ആണ്. ഈ സാധനം ബ്രേക്ക് അടിച്ചാൽ പോലും ചെയിൻ പൊട്ടിയിട്ട് ക്യാബിനിലേക്കാണ് ഉരുണ്ട് വരിക, ഫ്രണ്ടിലേക്കാണല്ലോ ഫോഴ്സ് വരിക. ഞാൻ ഭക്ഷണം നേരത്തെ പോയിട്ട് കഴിച്ചിട്ട് അവിടുന്ന് ബിസ്ക്കറ്റും ബ്രെഡും ജാമൊക്കെ വാങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇന്ന് അത് രാത്രിക്ക് അത് കഴിക്കാൻ ആദ്യം വീണ്ടും എനിക്ക് ഇറങ്ങിയിട്ട് അങ്ങോട്ട് നടന്നു പോകാൻ വയ്യ. സമയം ഇപ്പം 11:30 ആയിട്ടോ. ഇപ്പം സെക്യൂരിറ്റി വന്നിട്ട് അൺലോഡ് ചെയ്യാൻ വേണ്ടിയിട്ട് പറഞ്ഞു കഴിഞ്ഞട്ടോ. ഇത് മൊത്തം ഞാൻ ഇനി എങ്ങനെ മടക്കി വെക്കണം? എൻ്റെ വണ്ടി മൊത്തം അൺലോഡ് ചെയ്ത് ഇനി ഈ സാധനങ്ങളൊക്കെ എനിക്ക് എടുത്തു വെക്കണം കേട്ടോ. ചെയിൻ ഉണ്ട് 2 വേറെ വണ്ടി കയറിക്കൊണ്ടിരിക്കുന്നുണ്ടോ, ബുദ്ധിമുട്ടുന്നുണ്ടോ കേട്ടോ. എനിക്ക് വണ്ടി വലിയണില്ലായിരുന്നു, അതാണ് മെയിൻ ബുദ്ധിമുട്ട്. ലോഡ് കൂടുതലായതുകൊണ്ടാന്ന് തോന്നുന്നു വണ്ടി റിവേഴ്സ് കയറണില്ലായിരുന്നു. അവിടെ ഒരു ചെറിയ കയറ്റമുണ്ട്, ആ കയറ്റം കയറണില്ലായിരുന്നു. വേറെ ബുദ്ധിമുട്ടൊന്നുമില്ല കേട്ടോ. ഇനി ഞാനിത് മൊത്തം എടുത്തു വെക്കട്ടെ. റബ്ബറിൻ്റെ കട്ട എടുത്ത് വെക്കാനുണ്ട്, ഒരുപാട് സാധനങ്ങൾ എടുത്ത് വെക്കാനുണ്ട്. കഴിഞ്ഞട്ടോ. ഇനി ബെൽറ്റും പിന്നെ ലിവറും എടുത്ത് വെച്ചാൽ ഇത് ഞാൻ എടുക്കണില്ല കേട്ടോ, ഇത് ഞാൻ കളയാൻ പോവാണ്. ഈ സാധനം മുഴുവൻ ആ കോയിൽ പൊതിഞ്ഞ് അങ്ങനെ കൊടുത്തു വിട്ട സാധനം കേട്ടോ. ഇത് പ്ലാന്റിൻ്റെ ഉള്ളിൽ എവിടെയും കളയരുത്, വേറെ എവിടെയെങ്കിലും കൊണ്ടുപോയി കളഞ്ഞോന്നാണ് പറഞ്ഞേക്കണേ. ഇതിൻ്റെ ഉള്ളിൽ ഭയങ്കര സേഫായിരിക്കണം, സെക്യൂർഡായിരിക്കണം, ക്ലീൻ ആയിരിക്കണം, നീറ്റായിരിക്കണം. ഇത് നമ്മൾ റോഡിൽ കൊണ്ടുപോയി കളഞ്ഞാലും കുഴപ്പമില്ല, എവിടെ കളഞ്ഞാലും അവർക്ക് പ്രശ്നമില്ല. നല്ല കമ്പനി ഓക്കെ. ഇനി ബെൽറ്റും കൂടി എടുത്ത് വെച്ചാൽ കേട്ടോ, വേറെ നല്ല ബാക്കിയൊക്കെ എടുത്ത് വെച്ചു. എൻ്റെ ഡ്രസ്സിൻ്റെ ഒക്കെ കോലം കണ്ടോ. ഇന്ന് രാവിലെ എടുത്തിട്ട് പാൻറ്, ഇതിൻ്റെ ഉള്ളിൽ പാൻറ്റില്ലാണ്ട് കയറാൻ പറ്റില്ല എന്ന് പറഞ്ഞിട്ട് എടുത്തിട്ട് വേണ്ട അവസ്ഥ ഉണ്ടോ. ഇതാണ് കുളിക്കാത്തത്. കാരണം ഒരു ദിവസം നോക്കിയിട്ടാണ് അൺലോഡ് ചെയ്യുള്ളൂ എന്നൊക്കെ ആദ്യമേ പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് കുളിക്കൊക്കെ ചെയ്യട്ടോ. ഇത് അരമണിക്കൂർ 10 മിനിറ്റ് 5 മിനിറ്റ് നമ്മൾ ഒരു ദിവസം 2 ദിവസമൊക്കെ ആക്കും. അപ്പോൾ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല, നമ്മൾ വെയിറ്റ് ചെയ്യും. അത് കഴിഞ്ഞിട്ട് കുളിക്കാമല്ലോ. പിന്നെ ഇവിടെ കുളിക്കാനുള്ള ഫെസിലിറ്റി ഒന്നും ഇല്ല കേട്ടോ, അത് വേറെ കാര്യം. ഇവിടെ കുളിക്കാൻ പോയിട്ട് മര്യാദയ്ക്ക് സെക്യൂരിറ്റീൻ്റെ റൂമിലാണ് ടോയ്ലറ്റ് ഉള്ളത്. അത് കാല് പിടിച്ച് കഴിഞ്ഞാലേ ഇവർ തെറ്റും.
സമയം ഇപ്പം 1:45 കേട്ടോ. അപ്പം നമുക്ക് ഇവിടുന്ന് വിടാം. നമുക്ക് പേപ്പേഴ്സൊക്കെ കിട്ടി. ഇനി ബ്രിഡ്ജിൽ കയറ്റിയിട്ട് കാലി വെയിറ്റ് തൂക്കണം, എന്നിട്ട് പുറത്തേക്ക്. അങ്ങനെ 2 മണിയായിട്ടോ, 1:50 ഞാൻ പുറത്തേക്ക് വന്നു. എനിക്ക് കുളിക്കണം, എന്തായാലും കുളിച്ചേ പറ്റുള്ളൂ. ഇവിടെ അതിൻ്റെ ഉള്ളിൽ വെള്ളമൊന്നും ഉണ്ടായിരുന്നില്ല. പിന്നെ കുളിക്കാൻ വേണ്ടിയിട്ട് ഞാനൊരു സ്ഥലം കണ്ടുപിടിച്ചിട്ടുണ്ട്. വേറെ നിവൃത്തിയൊന്നുമില്ല. അവസാനം ഞാൻ അവിടെ നിന്ന് തന്നെ കുളിക്കാമെന്ന് തീരുമാനിച്ചു കേട്ടോ. എവിടെ നിന്നാണെന്ന് നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തരാം. നല്ല വെള്ളമാണ്, നല്ല കിണർ വെള്ളമാണ്. പക്ഷേ ചെറിയൊരു പ്രശ്നമുണ്ട്. അതെന്താ പ്രശ്നമെന്ന് ഞാൻ കാണിച്ചു തരാം. ഞാൻ പറഞ്ഞില്ലേ കുളിക്കുന്ന സ്ഥലത്തൊരു പ്രശ്നമുണ്ടെന്ന്. ഞാൻ ഒറ്റയ്ക്കല്ല ഗൈസ് കുളിക്കണേ. എൻ്റെ കൂടെ ഇതെന്താണെന്നറിയോ? ഇതാണ് ശവപ്പറമ്പ്, ശ്മശാനം. ഇവിടെയാണ് ആൾക്കാരെ കത്തിക്കണത്. എനിക്ക് പൈപ്പ് വെള്ളം കണ്ടത് ഇവിടെയാണ് കേട്ടോ. നല്ല ബോർവെല്ലാണ്, നല്ല വെള്ളമാണ്, തെളിനീരാണ്. അപ്പോൾ ഇന്ന് ഒരുപാട് ആത്മാക്കളുടെ കൂടെയാണ് ഞാൻ കുളിക്കാൻ പോണത്. വേറെ നിവൃത്തിയില്ല, കുളിച്ചേ പറ്റൂ. 2 ദിവസമായി കുളിച്ചിട്ട് എനിക്ക് ഉറങ്ങാൻ പറ്റത്തില്ല. ഫുൾ വേർത്ത് കുളിച്ചിരിക്കുകയാണ്. ഞാനെന്തായാലും കുളിക്കട്ടെ. കുളിച്ചിട്ട് പോയി കിടന്ന് ഉറങ്ങാം. ഓക്കെ. നല്ല വെള്ളം കേട്ടോ. കൊതുകടി കഴിക്കാൻ പറ്റണില്ല ഇവിടെ. എൻ്റെ ഫോണിന് ചാർജില്ല, അതുകൊണ്ട് ഫ്ലാഷ് ലൈറ്റ് വർക്ക് ചെയ്യുന്നില്ല. ഇല്ലെങ്കിൽ ഞാൻ നല്ല വൃത്തിയിൽ കാണിച്ചു തന്നെ. ഇതിൻ്റെ ലിവർ വെച്ച് അടിക്കുന്നുണ്ട്. വെള്ളം വരുന്നുണ്ട് കേട്ടോ നന്നായിട്ട്. അങ്ങനെ ശ്മശാനത്തിലുള്ള എൻ്റെ കുളി കഴിഞ്ഞു. ഇവിടെ തന്നെ കേട്ടോ JSW. ഇത് ഇവിടെ ഡ്രൈവേഴ്സൊക്കെ കുളിക്കണ സ്ഥലം കേട്ടോ. എന്നോട് വേറെ ഡ്രൈവേഴ്സ് പറഞ്ഞത് ഇങ്ങനെ ഇവിടെ സ്ഥലമുണ്ട്, കുളിച്ചോന്ന് പറഞ്ഞു. അപ്പോൾ സമയം 2:15. ഞാൻ വാഷ് ചെയ്തിട്ടൊന്നുമില്ല, കുളിച്ചതേ ഉള്ളൂ. വാഷിങ്ങൊക്കെ പിന്നെ എവിടെയെങ്കിലും ഇനി ഒന്ന് ഉറങ്ങണം. അതിനിടയിൽ അടുത്ത ലോഡിന് വേണ്ടിയിട്ടുള്ള വിളി വരുമോയെന്നൊന്നും അറിയില്ല. ഉറങ്ങണം, രാവിലെ എഴുന്നേൽക്കണം. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വിശേഷങ്ങൾ. ഇനി അടുത്ത വിശേഷങ്ങൾ കാണാം. ഏതെങ്കിലും യൂട്യൂബേഴ്സ് ഇതേപോലെ ശ്മശാനത്തിൽ എന്നിട്ട് സൈനിങ് ഓഫ് ചെയ്തു എന്ന് അറിയില്ല കേട്ടോ. ആ ക്രെഡിറ്റ് എനിക്ക് ആയിക്കട്ടെ.